സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബബ്ബയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. ട്രെയിലർ അല്ല, ടീസർ വന്നിരിക്കുകയാണ്. അതായത് ഇവർ 1.5 മാസം മുന്നേ അനൗൺസ് ചെയ്തതാണ്. അതായത് ജൂലൈ 4 ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന്. സോ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ടീസർ തന്നെയാണ്. പക്ഷേ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ സിനിമയിൽ മോഹൻലാൽ ഉണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാലേട്ടൻ്റെ എന്തെങ്കിലും പോസ്റ്ററോ അല്ലെങ്കിൽ ക്യാരക്ടർ റിവ്യൂലോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ വിചാരിച്ചിരുന്നത്. പക്ഷേ ടീസറാണെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിരുന്നു. സോ ടീസർ വന്നിരിക്കുകയാണ്. സംഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഈ സിനിമ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. സോ കമാൺ. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഓ, മേക്കിംഗ് അടിപൊളി. നല്ല റിച്ച് മേക്കിംഗ്. ജനപ്രിയ നായകൻ ദിലീപ്. പക്ഷേ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും സാൻഡി മാസ്റ്റർ വന്നിരിക്കുന്നത് അവന്റെ തന്തേ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. ലുക്ക് അടിപൊളി. ലുക്ക് ജിപ്സി. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും This is gonna be the most hyped movie in 2025. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് മാത്രം. അതായത് ഇതെല്ലാം കണക്കിനുള്ള ഒരു ഹൈപ്പുള്ള മൂവി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ആട് 3 നല്ല ഹൈപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര ഹൈപ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ദിലീപിനെ നമ്മളൊന്നും കാണാത്ത രീതിയിൽ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് റോളുണ്ട്. അതുകൊണ്ട് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു ക്യാമിയോ റോളാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഇങ്ങനെ വമ്പിച്ച കാസ്റ്റാണ് സിനിമയിലുള്ളത്. മാത്രമല്ല നല്ല ഹൈ മേക്കിംഗ്, നല്ല മേക്കിംഗ് ആണ്. അതിൻ്റെ ഡയറക്ഷൻ ഇതിലൂടെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി സ്ക്രിപ്റ്റാണ് നമുക്ക് നോക്കേണ്ടത്. അതൊക്കെയാലും പടത്തിനൊരു ആവറേജ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പടം തൂക്കും. അതിന് ഒരു സംശയം വേണ്ട. കട്ട നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഹിറ്റാവും. കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ആവും സിനിമ. പിന്നെ കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിക്കഴിഞ്ഞാൽ തമിഴ്നാടൻ കൊണ്ടുപോകും സിനിമയെ. കാരണം ഒരുപാട് വിജയ റെഫറൻസ് സിനിമയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ടീസറിൽ തന്നെ ഒരുപാട് വിജയ റെഫറൻസ് ഉണ്ട്. അപ്പോൾ തമിഴ്നാടും തൂക്കും. ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ആ ഒരു ശക്തമായ തിരിച്ചുവരവ് ഇതിൽ കാണാൻ പറ്റും. ഓൾറെഡി തിരിച്ചു വന്നു കഴിഞ്ഞു. അവർ നില ഉറപ്പിക്കലുണ്ടല്ലോ പഴയ ഫോമിൽ. അത് നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കൂടുതൽ എന്ത് പറയാം, ആസ് എ ദിലീപ് ഫാൻ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു ടീസറിൽ നിന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ടീസറിന് അത്യാവശ്യം നല്ല വ്യൂസ് കയറുന്നുണ്ട്. ഏതാണ്ട് 4 മണിക്കൂറിൽ 1 മില്യനൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് എത്രയോ നാൾക്ക് ശേഷം ഒരു ദിലീപ് ഫിലിമിന് ഇത്രയും ഹൈപ്പ് വരുന്നത്, ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. സോ ഐ എം സോ ഹാപ്പി. പിന്നെ ഇതുപോലെയുള്ള ഇനി വരുന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ബൈ.